ഹായ് എല്ലാവർക്കും നമസ്കാരം. SL ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല റിലേഷൻഷിപ്പും നമ്മൾ കാണാറുണ്ട്, അത് പെട്ടെന്ന് തന്നെ ഇല്ലാതാവാറുണ്ട്. അതായത് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ റിലേഷൻഷിപ്പ് അവസാനിക്കാറുണ്ട്. അതിന് ഒരു കാരണം എന്ന് പറയുമ്പോൾ മേ ബി അവരുടെ പെരുമാറ്റ രീതികൾ തന്നെ ആയിരിക്കാം. കോഴ്സ് അതങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കാൻ കാരണമായേക്കാവുന്ന നിങ്ങളുടെ പെരുമാറ്റ രീതികൾ അതല്ലെങ്കിൽ നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സോ ഈ രീതിയിലൊക്കെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റിലേഷൻഷിപ്പ് നന്നായിട്ട് മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് പെരുമാറ്റ രീതികൾ എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് മുമ്പേ ഉണ്ടായിട്ടുള്ള ട്രോമ അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് നോക്കിക്കാണാം. ഇപ്പം നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ മേ ബി അതായത് നിങ്ങളുടെ എന്തെങ്കിലും ഒരു വിശ്വാസവഞ്ചന ചെയ്തിട്ടുണ്ടാവാം. അവരുടെ ഭാഗത്ത് കുറേ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടായിരിക്കാം, ഒരുപാട് നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നു കഴിയുമ്പോഴും നിങ്ങൾ ഇതുപോലെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അതങ്ങനെ തന്നെ ആവാനുള്ള സാധ്യതയുണ്ട്, ഇവരും അങ്ങനെ തന്നെ ആയിരിക്കും മേ ബി എന്നോട് പെരുമാറുക, ഇങ്ങനെയുള്ള ചിന്താഗതികൾ വെച്ചുകൊണ്ട് ബിഹേവ് ചെയ്യുന്നത്, ആ രീതിയിൽ അവരോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. മാത്രമല്ല ഇവിടെ ഒരിക്കലും നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് നിൽക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരിക്കലും സമാധാനവും കിട്ടില്ല. കാരണം എപ്പോഴും നിങ്ങളിങ്ങനെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും, ഇവരും അവരെ പോലെ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ. അവരെന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ അതിൽ തെറ്റ് മാത്രം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് ഈ ഒരു ട്രോമയുടെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് മുമ്പേ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ട്രോമ ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ വിട്ടിട്ട് വരിക. അതല്ലാതെ ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ട്രോമയെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിൽക്കാതിരിക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ ഇതിനെ കാണാതിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കിടയിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ കൂടുതലും നിങ്ങളുടെ പാർട്ട്ണറുടെ മിസ്റ്റേക്ക് മാത്രം ചൂണ്ടിക്കാണിക്കുക, അല്ലെങ്കിൽ അത് മാത്രം നോക്കുക എന്നുള്ളതാണ്. ഇതെനിക്ക് തോന്നുന്നു കുറേ ആളുകൾ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇന്ന് കുറേ ആളുകൾ ഇങ്ങനെ, അതായത് പാർട്ട്ണറുടെ കുറ്റം മാത്രം കണ്ടുപിടിക്കാത്ത, എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ പറഞ്ഞ് ഒത്തുതീർപ്പാക്കുന്ന, മിസ്റ്റേക്ക് ആരുടെ ഭാഗത്താണെങ്കിലും പറഞ്ഞ് തീർപ്പാക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ കുറേ പേര് നമ്മൾ കാണുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവരെന്തൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ പാർട്ട്ണറുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ കാണാനായിരിക്കും കൂടുതലായിട്ട് ശ്രമിക്കുന്നുണ്ടാവുക. അവരെന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് മൈൻഡിൽ വെക്കും, എന്നിട്ട് ആ ഒരു കാര്യം എടുത്ത് പറയും. അങ്ങനെ വഴക്കിൽ എപ്പോഴും നമ്മുടെ പാർട്ട്ണറെ തോൽപ്പിക്കണം എന്നുള്ളൊരു ചിന്താഗതി ആണ് വെച്ച് പുലർത്തുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നന്നായിരിക്കില്ല. അതിൻ്റെ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അവിടെ നിങ്ങളുടെ പാർട്ട്ണറുടെ ഒരു മിസ്റ്റേക്ക് ഇങ്ങനെ നോക്കി കാണും, എന്നിട്ട് അത് വെച്ച് അവരെ കുറ്റപ്പെടുത്താനോ ഒക്കെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന കുറേ വേർഡ്സ് ഉണ്ടായിരിക്കും, അതുപോലെ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതൊന്നും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോയാലും അവരുടെ മനസ്സിൽ നിന്ന് പോകണം എന്നില്ല. പിന്നീട് അങ്ങോട്ട് അവർക്ക് നിങ്ങളെ നേരെ സ്നേഹിക്കാനും കഴിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ, അതായത് നമ്മൾ ഏതൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മുടെ പാർട്ട്ണറുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് മാത്രം നോക്കി കാണുക, അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക, അവരെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മളുടെ ഭാഗം ക്ലിയർ ചെയ്യുക, അങ്ങനെ ഒരു പെരുമാറ്റ രീതിയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവസാനിക്കാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒത്തുതീർപ്പാക്കാൻ, സോൾവ് ആക്കാൻ നിങ്ങൾ മുൻകൈ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇതെന്താച്ചായിക്കോട്ടെ, മിണ്ടണില്ലെങ്കിൽ മിണ്ടണ്ട, സമാധാനമായിട്ട് ഞാൻ ഇരുന്നോളാം എന്നുള്ളൊരു ചിന്താഗതിയാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത്, ഓരോ ദിവസം കഴിയുന്നതോറും നിങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് കൂടി വരികയാണ് ചെയ്യുക. അപ്പോൾ ഏതൊരു റിലേഷൻഷിപ്പിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അത് പറഞ്ഞ് സോൾവ് ആക്കി എങ്കിൽ മാത്രമാണ് പിന്നീട് നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് കൂടുതലാവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ അകന്നുകൊണ്ടേ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ആ ബന്ധം മുന്നോട്ട് പോവുക? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രശ്നം ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, പക്ഷെ അത് സോൾവ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. അങ്ങനെ സോൾവ് ചെയ്യാതെ, അതിനെ മൈൻഡ് ചെയ്യാതെ പോവുകയാണെങ്കിൽ അതും നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകരാനുള്ള ഒരു കാരണമായിട്ട് മാറിയേക്കാം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ആഴ്ചയിൽ ഒരൊറ്റ ദിവസമെങ്കിലും നിങ്ങൾ ഒരു ഡീപ്പ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇമോഷണലി ഭയങ്കരമായിട്ട് ഡീപ്പായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ നിർബന്ധമായിട്ടും വേണം. നമ്മൾ ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പറയാറുണ്ട്, പക്ഷെ പലരും അതിന് ശ്രമിക്കാറില്ല, പറ്റാറുമില്ല. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ ഡെയിലി നിങ്ങളൊരു 10 മിനിറ്റൊക്കെ സംസാരിക്കുന്നത് തന്നെ ഓക്കെ, അത് അത്രയെങ്കിലും ആവശ്യമാണ് എന്നുള്ളതാണ്. അതേപോലെ അത്ര നേരമൊക്കെ സംസാരിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരൊറ്റ ദിവസമെങ്കിലും നിങ്ങൾ ഇത്രയും സത്യസന്ധമായ ആത്മാർത്ഥമായിട്ട് അവരോട് സംസാരിക്കണം.
അത് അത്യാവശ്യം കുറച്ച് സമയം, എത്ര സമയം സംസാരിക്കാൻ പറ്റുമോ അത്രയും സമയം സംസാരിക്കുക. ആ ഒരാഴ്ചയിലുള്ള കാര്യങ്ങളൊക്കെ പറയാം. നിങ്ങളുടെ മനസ്സിലുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ പറയാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കാത്ത് വെച്ചിട്ടുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ അവരോട് പറയാന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കൊരു സമാധാനം തോന്നും. മാത്രമല്ല ആ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവരുടെ അടുത്ത് ഭയങ്കരമായിട്ടുള്ള സ്നേഹം കൂടി വരും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരൊറ്റ ദിവസം ഞാൻ പറയുന്നുള്ളൂ, അന്നെങ്കിലും നിങ്ങൾ കുറേ സമയം ഡീപ്പ് കമ്മ്യൂണിക്കേഷനിലേക്ക് വരിക എന്നുള്ളതാണ്. അതിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള അടുപ്പം വളരെയധികം കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോഴും നിങ്ങൾക്ക് ഒരുപാട് കാലം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞു എന്ന് വരില്ല. ഇനി 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ഒരു ക്യൂരിയോസിറ്റി ഇല്ല, വിഷൻ ഇല്ല, അല്ലെങ്കിൽ കപ്പിൾ ഗോൾ ഇല്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് ആ ബന്ധം മുന്നോട്ട് പോകുക? നമുക്കിപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം, എൻ്റെ റിലേഷൻഷിപ്പിൽ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ രണ്ടുപേരും ചേർന്ന് ഇന്ന സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാരേജ് ആണെന്നുണ്ടെങ്കിലൊക്കെ മാരേജ്, കുട്ടികൾ, ഫാമിലി, ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഇങ്ങനെയുള്ള ഒരു കപ്പിൾ ഗോളും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. അപ്പോഴാണ് നമുക്ക് അതിനു വേണ്ടി പ്രയത്നിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രയത്നിക്കുന്ന അത്രയും നമ്മൾ ആ ഒരു ബന്ധത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുക. അതല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെ കുറിച്ചൊരു ക്യൂരിയോസിറ്റി ഇല്ല. അതായത് ആദ്യമൊക്കെ അവരോട് ഒരുപാട് സംസാരിക്കുമ്പോഴും ആളെ അടുത്തറിയാനും ഒക്കെയുള്ള ആഗ്രഹം, ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു, എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അടുത്തറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പിന്നീട് അവരെ നല്ല രീതിയിൽ സ്നേഹിക്കാൻ പറ്റില്ല. ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് കുറെ ക്യൂരിയോസിറ്റി അത്യാവശ്യമാണ്. കുറച്ചൊക്കെ ക്യൂരിയസ് ആവണം നമ്മൾ. അവരെ എന്ത് കാട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവർ ആ ഒരു കാര്യം സോൾവ് ചെയ്യുന്നുണ്ടാവാം, അവരുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും, എന്നിൽ നിന്ന് എങ്ങനെയാണ് ആൾ ഡിഫറെൻ്റ് ആയിരിക്കുന്നത്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഓരോ നിമിഷം പഠിച്ചുകൊണ്ടേയിരിക്കണം. അതിനുള്ള ക്യൂരിയോസിറ്റി നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്, ആഗ്രഹം ഉണ്ടാവണം. അതൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ബോണ്ട് വളരെയധികം കുറഞ്ഞു പോവുക ചെയ്യുക. മാത്രമല്ല അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഒരു വിഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം, കപ്പിൾ ഗോൾ നിങ്ങൾക്ക് ഉണ്ടാവണം. അതൊന്നും ഇല്ലാതെയാണ്, അത് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിയും മുട്ടിയും പോകുന്നത് വരെ പോട്ടെ എന്നുള്ള ചിന്താഗതിയാണെങ്കിൽ അത് മുന്നോട്ട് പോകുന്നത് പ്രയാസമാണ്. അപ്പം ആ ഒരു ചിന്താഗതിയും വളരെ മോശമാണ്. അതും നമുക്ക് ആവശ്യമില്ല ഒരു റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ചിന്താഗതികൾ മാറ്റി വെച്ചേക്കുക. അതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആ റിലേഷൻഷിപ്പിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചിന്താഗതികൾ മാറ്റുക. കാരണം ഇത് റിലേഷൻഷിപ്പിനെ തകർക്കാൻ കാരണമായേക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ആരെങ്കിലും ഈ ഒരു രീതിയിൽ പെരുമാറുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റും എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്